തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുക്കൽ വേദനിക്കുന്ന ഒരു പിതാവ് തൻ്റെ പുത്രനുമായി വരുന്ന വചനഭാഗമാണ് നാം കാണുക. അപസ്മാര രോഗത്തിനടിമപ്പെട്ട് മകൻ്റെ ദുരിതമനുഭവിക്കുന്ന അവസ്ഥയെ കണ്ട് വേദനിച്ച് ഈശോയുടെ പക്കലേക്ക് കടന്നു വരുന്ന ഒരപ്പനെ നാം കാണും. ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളിൽ കർത്താവിൻ്റെ പക്കൽ ഇതുപോലെ നിൽക്കേണ്ട ഒരവസ്ഥ നമുക്കും ഉണ്ടാവാറുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടെന്ന് പറയുന്ന പലതും നഷ്ടപ്പെട്ടു പോകുന്നു തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവർ രോഗബാധിതരാകുമ്പോൾ, ലഭിക്കുമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ സീറോയുടെ ഫലവുമായി നിൽക്കുന്ന ചില മേഖലകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ അപ്പനെ പോലെ ഈശോയുടെ പക്കൽ നമ്മൾ പോയി നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ വചനത്തിൽ, ഈ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം മൊത്തം ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസവും അതിനനുസരിച്ചുള്ള ജീവിതവും നയിക്കാൻ ഒരാഹ്വാനമാണ് ഈശോ നമുക്ക് തരിക. നമ്മൾ അപസ്മാര രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നത് കാണുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അതിന് പിന്നിൽ കാണുന്നുണ്ട്. അപസ്മാര രോഗി ഈശോ സുഖപ്പെടുത്തി. അടുത്തത് ഈശോ പറഞ്ഞു വയ്ക്കുക ഈശോയുടെ പീഡാനുഭവം ഉത്ഥാനത്തിൻ്റെ പ്രവചനത്തെക്കുറിച്ചാണ്. വീണ്ടും നമ്മൾ കാണും നികുതി കൊടുക്കുന്നതിനെക്കുറിച്ച് ഈശോ പറയുന്നു. ഈ 3 ഭാഗങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു ബന്ധവുമില്ലാത്ത പോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും, ഇതെന്താ ഇങ്ങനെ 3 ബന്ധമില്ലാതെ ചേർത്ത് വെച്ചിരിക്കുന്നത്? അങ്ങനെയല്ല, ഇതിന് വലിയൊരു ബന്ധമുണ്ടെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഈശോയുടെ ഈ സൗഖ്യപ്പെടുത്തുന്ന മേഖല, അവിടെ ഈശോ പറഞ്ഞു വയ്ക്കുന്ന വിശ്വാസത്തിൻ്റെ വലിയ പാഠം. ആ വിശ്വാസമുള്ള വ്യക്തിക്ക് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഈശോ പഠിപ്പിക്കുക. അങ്ങനെ പിടിച്ചു നിൽക്കുന്ന വ്യക്തി തൻ്റെ രാജ്യത്തിൽ നീതിയോടെ ജീവിക്കാൻ തുടങ്ങുമെന്ന് കൂടി ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നീതിയോടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടത് കൊടുക്കണം. നികുതി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് 3-ാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ തന്നെയാണ് ഈശോ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഈശോ രൂപാന്തരപ്പെടുന്ന ഒരു ഭാഗമാണ്. ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ അവസ്ഥ. ഈശോ തൻ്റെ ദൈവികമായ മഹത്വം ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്ത സംഭവം. രൂപാന്തരീകരണത്തിന് ശേഷം കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അപസ്മാര രോഗിയും കൊണ്ട് പിതാവ് വരുന്നതുമാണ്. രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് ഈശോ ഇങ്ങനെ വിജയശ്രീ ലാളിതനായി മഹത്വം വെളിപ്പെടുത്തി ശിഷ്യർക്ക് മുമ്പിൽ അവിടുന്ന് ഏറ്റവും സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മലമുകളിൽ ദൈവമഹത്വം വെളിപ്പെടുത്തിയ ഈശോയുടെ മുമ്പിൽ മലയടിവാരത്തിൽ ഒരു അപസ്മാര രോഗിയെപ്പോലും സുഖപ്പെടുത്താൻ പറ്റാതെ പരാജിതരായി നിൽക്കുന്ന ശിഷ്യരെ ഈശോ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂടെ നടത്തി കൊണ്ടുപോകുന്ന മഹത്വീകരണം പോലും വെളിപ്പെടുത്തി കൊടുക്കുന്ന ശിഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു കരം ഇറങ്ങി വരാതെ വിശ്വാസത്തിൻ്റെ കുറവോടുകൂടി നിൽക്കുന്ന ശിഷ്യരെ കാണുമ്പോൾ ഈശോയുടെ മനസ്സ് തകരുന്നുണ്ട്. അല്പവിശ്വാസികളെ എന്ന് ഈശോ അവരെ വിളിക്കുകയാണ്. മത്തായി 17-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ ഈശോ 17-ാമത്തെ വചനത്തിൽ ഈശോ പറയും, വിശ്വാസമില്ലാത്തതും
വഴി പിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ഈ കാലഘട്ടത്തിൽ വലിയ വിശ്വാസത്തിൻ്റെ രക്തസാക്ഷികളായി മാറാൻ ഈശോ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് ഇനി നമുക്ക് രക്തസാക്ഷിത്വം വേണ്ടത് എന്ന്. നമ്മുടെ വീട്ടിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസമാകുന്ന ഉരുക്ക് കമ്പികമേൽ കൈകൾ നീട്ടിപ്പിടിക്കാൻ ഈശോ നമ്മളെ വിളിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അന്ന് ഈശോ ശിഷ്യരോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. അല്പവിശ്വാസികളായി മാറിയ ശിഷ്യരെ പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും മലമുകളിൽ ദൈവമഹത്വം ദർശിക്കുന്ന ഒരു മോശയെക്കുറിച്ച്. പുറപ്പാടിലെ പുസ്തകത്തിലാണ് നമ്മൾ കാണുക. ജനത്തെ ഒരുക്കി തമ്പുരാൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ 32-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വചനം വായിക്കുകയാണ്. അവൻ കാളക്കുട്ടിയെടുത്ത് തീയിലിട്ട് ചുട്ടു, അത് ഇടിച്ചു പൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു എന്നൊരു വചനം നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ വേദനയോടെയാണ് നാം പിന്നിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം സീനായ് മലയിലേക്ക് പോയിരുന്ന് ഉടമ്പടി പത്രികകളൊക്കെ മേടിക്കുന്ന ഒരു മോശയുണ്ട്. മലയിൽ പോയിരുന്ന് ജനത്തിന് വേണ്ടി ഉടമ്പടി പത്രികയൊക്കെ മേടിച്ച് ദൈവജനത്തെ സന്ദർശിക്കാൻ ഇറങ്ങി വരുമ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ അഴിഞ്ഞാട്ടം നടത്തുന്ന ദൈവജനത്തെ കണ്ട് ചങ്ക് തകർന്നു പോയി ഉടമ്പടി പത്രികകളൊക്കെ വലിച്ചെറിയുന്ന ഒരു മോശയെ നമ്മളിവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ മോശ അനുഭവിച്ച അതേ വേദന, ദൈവജനത്തെ കൊണ്ട് മോശ അനുഭവിച്ച അതേ വേദന, കോപത്തോടെ പെരുമാറിയ ഒരു മോശയ്ക്ക് മുമ്പിൽ ഇവിടെ ഈശോ വീണ്ടും കരുണയോടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യരെ കൂടെ നടത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ ഇത്രയും അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ഒരു വലിയ സാന്നിധ്യമോ വിശ്വാസമോ മനസ്സിലാക്കാൻ പറ്റാതെ, ദൈവമഹത്വം ദർശിക്കാൻ പറ്റാതെ അവർ കർത്താവിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. വിശ്വാസമില്ലാതെ അവർ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അന്ന് ആ ജനത്തെ മോശ ശപിച്ചു. ഇവിടെ ഈശോ കരുണയുടെ അമൃത മഴ പൊഴിക്കുന്നതായിട്ടാണ് നാം കാണുക. മോശ ആ ജനത്തെ ശപിച്ചപ്പോൾ ഇവിടെ ഈശോ കരുണയുടെ മഴ പൊഴിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ കരുണയുടെ മഴ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിലൂടെയും മനുഷ്യ ജീവിതത്തിലൂടെയും ദൈവം തന്നെ അദൃശ്യ ശക്തി വ്യക്തമാക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കരുത്തേകാൻ വേണ്ടിയാണ്. നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കരുത്തേകാനാണ് ഈശോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുക. കർത്താവ് അതിനു വേണ്ടിയാണ് ഇടപെടുന്നത്. ഒരു വ്യക്തിയെ ഒത്തിരി ബൈബിൾ വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന യുവ ചെറുപ്പക്കാരനാണ്. അവൻ ഇംഗ്ലണ്ടിൽ PhD ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. അവൻ ഈശോയുടെ വചനം വായിക്കാൻ വലിയ കൊതിയാണ്. ഈശോയുടെ വലിയ സ്നേഹമുണ്ട്. അവൻ ഈശോയുടെ വചനത്തിൻ്റെ ഒരു ക്ലാസ് കേൾക്കാനായിട്ട് അവൻ ഒരിക്കലും ധ്യാനകേന്ദ്രത്തിൽ വന്നു. ധ്യാനകേന്ദ്രത്തിൽ വന്ന് അവനിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയും ധ്യാന ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് അവൻ തിരിച്ചു പോകുമ്പോൾ ഒരു ദിവസമാണ് അവൻ വരിക. അവിടെ നിന്ന് ഇത്രയും വിദേശ യാത്രയൊക്കെ ചെയ്ത് ഒരു ദിവസം അവനിവിടെ വന്ന് ഈ വചന ക്ലാസ് കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ അവൻ ഈശോയുടെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, ഞാനീ ചെയ്യുന്നതൊക്കെ നിനക്കിഷ്ടമുണ്ടോ? ഞാനീ ചെയ്യുന്നതൊക്കെ നിനക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണമെന്ന്. അപ്പോൾ ഈശോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ വലിയ വിശ്വാസമായിരുന്നിരിക്കാം. അന്ന് ആ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ആരാധന നടത്തിയപ്പോൾ ഒരു മെസ്സേജ് അവിടെ പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ മൂക്കിൽ ദശ വളരുന്ന അസ്വസ്ഥത ഈശോ എടുത്തു മാറ്റുന്നെന്ന്. അവൻ അന്ന് തിരിച്ചുപോയി. തിരിച്ച് അവൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ അവൻ ഞെട്ടലോടെ ഒരു സത്യം തിരിച്ചറിഞ്ഞു. മൂക്കിൽ ദശ വളരുന്ന രോഗം, അവൻ്റെ രോഗം എന്നേക്കും ഈശോ എടുത്തു മാറ്റിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അവൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ, ഒരു ബൈബിൾ എടുത്ത് വായിച്ചാൽ എൻ്റെ തമ്പുരാൻ ഇത് ചെയ്യുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് മൊത്തമായിട്ട് ഇറങ്ങി വരും. സ്വർഗം തന്നെ ഇറങ്ങി വരും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കർത്താവിൻ്റെ കൂടെ നടന്ന് അവൻ്റെ വചനങ്ങളൊക്കെ കേട്ടിട്ട് ആ വിശ്വാസം തന്നെ നിൽക്കാൻ ശിഷ്യർക്ക് പറ്റിയില്ലെങ്കിൽ ഇന്ന് ഈശോയുടെ വചനം വായിച്ച് ഞാൻ എൻ്റെ ഈശോയിലേക്ക് വളരണമെന്ന് ഈശോ എന്നെ പഠിപ്പിക്കുകയാണ്. ഈശോ ദൈവമാണെന്ന സത്യം മനസ്സിലാക്കാൻ പലപ്പോഴും ശിഷ്യന്മാർക്ക് സാധിച്ചിട്ടില്ല. പലപ്പോഴും അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ അവിശ്വാസ നിമിത്തം
അപസ്മാര രോഗിയുടെ പിതാവ് പോലും സംശയിക്കുന്നതായ വചനത്തിൽ നമ്മൾ കാണും. ഓർക്കണേ, ദുർസാക്ഷ്യത്തിൻ്റെ ഒരവസ്ഥ. ശിഷ്യരുടെ അടുക്കലേക്ക് ഈശോയെ കാണാത്തപ്പോൾ ശിഷ്യരുടെ അടുക്കലേക്ക് അപ്പൻ മകനെയും കൊണ്ടുവരുമ്പോൾ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ അപ്പൻ ഈശോയോട് പറയുകയാ, ശിഷ്യർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. യേശു പ്രതിവദിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും, അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഈ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് ഈശോ അവനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പിതാവിൻ്റെ മനസ്സിൽ പോലും ആദ്യം ഒരു സംശയത്തിന് നിഴല് പതിക്കപ്പെടുകയാണ്. ഈശോയുടെ കൂടെ നടന്നിട്ട് ശിഷ്യർക്ക് സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈശോയ്ക്ക് സാധിക്കുമോ? ഒരു സംശയം കൊടുക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ക്രൈസ്തവ ജീവിതത്തിൽ എൻ്റെ വിശ്വാസക്കുറവും കൊണ്ടും ഒരു വ്യക്തി പോലും ഇടർച്ചയ്ക്ക് വീഴാൻ കാരണമാകാതിരിക്കാൻ ശക്തമായിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും പരിശോധിക്കണമെന്ന് കൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വചനഭാഗത്തിൽ. ആ അപസ്മാര രോഗിയുടെ പിതാവിന് അവിശ്വാസം പകരാനേ ശിഷ്യർക്ക് സാധിച്ചുള്ളൂ, ധൈര്യം പകരാനല്ല. ശാന്തമായിട്ടിരിക്കുക, ഈശോ ഇടപെടും, ഈശോ സൗഖ്യപ്പെടുത്തുമെന്നൊന്നും അവർക്ക് പറയാൻ പറ്റിയില്ല. നിസ്സഹായരായി നിന്നു പോയൊരവസ്ഥയുണ്ട്. ശിഷ്യർക്ക് സാധിക്കാത്തത് ഗുരുവിന് സാധിക്കുമോ എന്നൊരു സംശയമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരിക. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന് എതിരായ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് ഒരിക്കലും കാരണമായി മാറരുതേ എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികൾ ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവ് അനുഗ്രഹിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും പള്ളിയിലേക്കില്ല. അകന്നു നിന്ന് കാണുന്ന അന്യമത വിശ്വാസി നമ്മളെ പഴിക്കാൻ തുടങ്ങും. നമ്മുടെ ദൈവത്തിന് മുമ്പിലുള്ള വിശ്വാസം നമ്മൾ തന്നെ ദുഷിച്ചു കാണിക്കുക അവരുടെ മുമ്പിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ, ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളിൽ എനിക്ക് നന്മയല്ലാത്തത് കൊണ്ട് ദൈവം എനിക്കത് അനുവദിക്കാത്തതെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എനിക്ക് തന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അനേകം ജീവിതങ്ങൾ ഒരു കാര്യം ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മയല്ലാത്തത് കൊണ്ടാണ് കർത്താവ് അത് തരാത്തത്. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് വരാൻ പറ്റിയാൽ നമ്മുടെ വിശ്വാസം എവിടെ എത്തി നിൽക്കുമെന്നോ, മലകളെ മാറ്റാൻ തക്ക വിശ്വാസത്തിലേക്ക് നമ്മുടെ വിശ്വാസം വളരും. ഈശോ അതാ പറഞ്ഞത്. ഒരു കടുകുമണിയോളം വചനം പറയുന്നു, മത്തായി 17:20, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. എന്നിട്ട് മത്തായി 17:21 ഒരു വചനമുണ്ട്, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൻ്റെ തോത് നമുക്ക് തരാൻ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവണം. ഈശോയുടെ കൂടെ നടന്ന ശിഷ്യരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നില്ലേ? പൗലോസ്ലീഹ നടന്നു പോകുമ്പോൾ നിഴലെങ്കിലും അടിച്ച് രോഗികൾ സുഖപ്പെടാൻ ആഗ്രഹിച്ച ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് വഴിയരികൾ കിടത്തിയിരുന്ന അപ്പോസ്തല പ്രവർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അത്രമാത്രം വിശ്വാസത്തിൻ്റെ ആൾ രൂപങ്ങളായ ശിഷ്യർ മാറിയതെങ്കിൽ, പന്തക്കുസ്തായ്ക്ക് ശേഷം വിശ്വാസത്തിൻ്റെ ആൾ രൂപങ്ങളായ ശിഷ്യർ മാറിയെങ്കിൽ നമ്മളും വിശ്വാസത്തിൻ്റെ ആൾ രൂപങ്ങളായി മാറേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ആൾ രൂപങ്ങളായി ഞാനും നിങ്ങളുമൊക്കെ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകരം ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഒരു നോട്ടം കൊണ്ടും ഒരു വാക്കുകൊണ്ടുമൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. രൂപാന്തരീകരണ വേളയിൽ തൻ്റെ മഹത്വ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് മലമുകളിലാണ്. പഴയ നിയമത്തിൽ ദൈവമഹത്വം എന്നത് ശക്തിയായ അവിടുത്തെ കരങ്ങളുടെ പ്രവൃത്തിയാണെങ്കിൽ, പുതിയ നിയമത്തിൽ ഈശോയുടെ മഹത്വം വ്യക്തമാകുന്നത് കാൽവരിയിലെ അവിടുത്തെ മരണോത്ഥാനത്തിലൂടെയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് യാത്ര ചെയ്ത് കൊണ്ടുവരുമ്പോൾ ശക്തിമത്തായ കരങ്ങളിൽ അവിടുന്ന് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ജീവിക്കുന്ന അത്ഭുതങ്ങൾ, ചെങ്കടലിനെ മുറിച്ചു മാറ്റിയ തമ്പുരാൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ കാണുമ്പോൾ പുതിയ നിയമത്തിലെ കർത്താവിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ മഹത്വത്തിൻ്റെ അത്ഭുതമാണ് അവിടുത്തെ കുരിശിലെ മരണം എന്ന് പറയുക. അവിടുത്തെ കുരിശിലെ മരണവും അവിടുത്തെ ഉത്ഥാനവും, ആ മഹത്വവും ഉത്ഥാനവും ഇന്ന് നമുക്ക് സ്വന്തമായി അവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ശിഷ്യരുടെ വിശ്വാസമില്ലായ്മ അന്യർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്ന അപസ്മാര രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ തിരുത്തുമ്പോൾ എൻ്റെ വിശ്വാസവും ഒരു പടി കൂടി വളരാൻ എൻ്റെ ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന വലിയ ഒരു അത്തിവൃക്ഷം, ഇലകൾ മാത്രമുള്ള അത്തിവൃക്ഷം, കായകളില്ലാത്ത അത്തിവൃക്ഷമായി ഞാൻ മാറാനല്ല എൻ്റെ തമ്പുരാൻ ആഗ്രഹിക്കുക, മറിച്ച് വിശ്വാസത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി ഞാൻ മാറണം. കുരിശിൽ ഈശോ കൈപിരിച്ച് നിൽക്കുമ്പോൾ അവൻ എൻ്റെ നാഥനാണെന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കൽ പോയി നിൽക്കാൻ ഇന്ന് ലോകത്തിൽ പലർക്കും സാധിക്കുന്നില്ല. ക്രിസ്ത്യാനി എന്ന പേര് പറയാൻ പോലും ഭയപ്പെടുന്ന വ്യക്തികളെ കാണാനായിട്ട് പറ്റും. പല സ്ഥലങ്ങളിലും കയറിയിറങ്ങുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്ത്യാനി എന്ന ലേബൽ മാറ്റിയിട്ട് പല കാര്യങ്ങളും നടക്കാൻ. പ്രിയപ്പെട്ടവരെ,
ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതല്ല. വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ ഈശോ തരുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ ഈശോ നിന്നെ വിളിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അടുക്കൽ ചേർന്ന് നിന്ന് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി നിൻ്റെ ശിരകളിലേക്ക് ഓടാൻ തുടങ്ങും. കുരിശിലെ അവിടുത്തെ മഹത്വത്തിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി നിൻ്റെ ശിരസ്സുകളിൽ, നിൻ്റെ പാദങ്ങളിൽ, നിൻ്റെ ഞരമ്പുകളിൽ, നിൻ്റെ കോശങ്ങളിൽ വ്യാപരിക്കുമ്പോഴാണ് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കുക. എന്തുകൊണ്ടാണ് രോഗസൗഖ്യങ്ങൾ അനേകങ്ങൾ ഉണ്ടാവുക? മറ്റൊന്നും കൊണ്ടല്ല, വിശ്വാസത്തിൻ്റെ ആഴം. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമല്ലെന്ന് ലൂക്ക 17:21 പറഞ്ഞെങ്കിൽ അത് അതേപടി സംഭവിക്കുകയാണ്. ഈ വിശ്വാസത്തിൻ്റെ ആഴം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറും. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആദ്യം പ്രാർത്ഥിക്കണം ക്രിസ്തുവായി മാറാൻ, ക്രിസ്തുവിനെ ധരിക്കാൻ, ക്രിസ്തുവിൻ്റെ ഒപ്പം ചരിക്കാൻ, സ്വർഗത്തോളം എത്തിച്ചേരുന്ന വിശ്വാസത്തിലേക്ക് കർത്താവെ എന്നെ വളർത്തണമേ എന്നീ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. സ്വർഗത്തോളം എത്തി നിൽക്കുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസത്തെ കർത്താവ് വാനോളം ഉയർത്തുമ്പോൾ മാലാഖമാരുടെ അകമ്പടിയോടെ, വിശുദ്ധരുടെ അകമ്പടിയോടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ പറ്റും. വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രാർത്ഥനയില്ലാത്ത വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാനോ ദൈവത്തോടൊപ്പം ചരിക്കാനോ പറ്റില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മേടിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ പോകും. കർത്താവ് അകന്നു ജീവിക്കുന്നത് പോലെ തോന്നിപ്പോകും. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്ന പോലെ തോന്നും. കുർബാനയിൽ പങ്കെടുക്കും ബോറടിക്കുന്ന പോലെ തോന്നും. ജപമാല ചൊല്ലുമ്പോൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥ. എന്തിനു പ്രാർത്ഥിക്കുന്നു? ആവർത്തന വിരസതയായി പോകും. അവിടെയൊക്കെ നാം സ്വയം പരിശോധിക്കണം. എൻ്റെ വിശ്വാസത്തിൻ്റെ തോത് എത്രമാത്രമുണ്ട്, എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന്. കരികലയ്ക്കൊട്ടും ഭാരമില്ലല്ലോ, പച്ചയിലയ്ക്ക് ഭാരമുണ്ട്. കരികല പോലുള്ള വിശ്വാസമല്ല നമുക്ക് വേണ്ടത്, കനമുള്ള വിശ്വാസം വേണം. കരിങ്കല്ല് പോലെ കനമുള്ള വിശ്വാസം, ഒരു കൂടുതലും തകർക്കാൻ പറ്റാത്ത കനമുള്ള വിശ്വാസം തമ്പുരാൻ നമുക്ക് തരണം. കർത്താവിന് വേണ്ടി ജീവിച്ച വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൊരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സെല്ലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയാണ്. മറ്റു വലിയ പീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ കുരിശൻ്റെ വിശുദ്ധ യോഹന്നാൻ ആ സെല്ലിൽ ഇങ്ങനെ താമസിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അധികാരി വന്നിട്ട് ചോദിക്കും, ഇത്രയും നാളായില്ലേ ഈ പീഡനം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, ഈ സുപ്പീറിന് കീഴിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു സ്ഥലം മാറ്റം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ ക്രിസ്തു പുണ്യവാൻ പറയും, വേണ്ട പിതാവേ, ഈ സുപ്പീറിന് കീഴിൽ ഇവിടെ തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക എന്ന്. കാരണം ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ സഹിക്കാനുള്ളൊരു സന്നദ്ധതയിലേക്ക് അദ്ദേഹം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസമുള്ളിടത്ത് അനുഗ്രഹമുണ്ട്, അത്ഭുതമുണ്ട്, ഒപ്പം സഹനവും കൂടെയുണ്ടെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. വിശ്വസിക്കുന്ന വ്യക്തിക്ക് കർത്താവ് കൂടെയുണ്ടെന്ന് പറയുമ്പോൾ സഹനങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഇത് കൂടെയുള്ള ഒരു അവസ്ഥയല്ല. കാരണം ദൈവമഹത്വം കുരിശിൽ പ്രാപിച്ചത് ആണെന്ന് നമുക്കറിയാം. നമ്മൾ കേട്ടു, നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ആ കുരിശിൻ്റെ സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൊപ്പം ഉണ്ടാകും. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, ഈ കുരിശിൻ്റെ വലിയ സഹനത്തിൽ നിന്നോടൊപ്പം വ്യാപരിക്കാൻ നീ എന്നെ പഠിപ്പിക്കണം. നിൻ്റെ കരുണയുടെ കവാടം നീ എനിക്ക് തുറന്നു തരണം. വിശ്വാസത്തിന് തിരി എനിക്ക് തെളിച്ചു തരണം. അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമില്ല. ക്രൈസ്തവ ജീവിതത്തിൽ പങ്കുവെക്കേണ്ട ഏറ്റവും വലിയ നിധി എന്ന് പറയുക, ധനമെന്ന് പറയുക വിശ്വാസമാണ്. അത് കൈമാറേണ്ടതാണ്, അത് പകർന്നു കൊടുക്കേണ്ടതാണ്. ക്ഷയിച്ചു പോകുന്ന വിശ്വാസമുള്ള മക്കളൊക്കെ പ്രാർത്ഥിക്കണം, കർത്താവെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. എൻ്റെ കൺമുമ്പിൽ എനിക്ക് വേണ്ടി വ്യക്തിപരമായ അത്ഭുതങ്ങൾ ചെയ്യണേ കർത്താവെ. കൂടെ നിൽക്കുന്ന നിന്നെ ഒന്ന് കാണാൻ എന്നെ പഠിപ്പിക്കണമേ. നിൻ്റെ കരത്തിൻ്റെ കീഴിൽ വിശ്രമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പുതിയ വയലുകൾ തുറക്കാൻ തുടങ്ങും. കർത്താവ് നമുക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങും. വിശ്വാസത്തോടെ കർത്താവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടാകും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. നല്ല തമ്പുരാനെ, എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയെന്ന് നിനക്ക് നന്നായി അറിയാം. കർത്താവെ, കുറവുകളുള്ള വ്യക്തിയാണ് ഞാൻ, പോരായ്മകളുണ്ട്. എൻ്റെ വിശ്വാസം വളർന്നിട്ടില്ല കർത്താവെ, അതിനെ വളർത്തണം നീ. വിശ്വാസം എന്ന വലിയ കൃപ നീ എനിക്ക് തരണം. നിന്നെ സ്നേഹിക്കാൻ, നിൻ്റെ കൂടെ ഇരിക്കാൻ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, ക്രൈസ്തവ ജീവിതത്തിൽ അടിതെറ്റാതെ മുന്നോട്ട് പോകാൻ എന്നെ അനുഗ്രഹിക്കണമേ. പാറമേൽ സ്ഥാപിക്കപ്പെട്ട വീടുപോലെ എൻ്റെ വിശ്വാസം ഉറച്ചതായി മാറാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം നിൻ്റെ കുരിശിലെ മഹത്വത്തോട് ചേർത്ത് വെച്ച്
കുരിശോളം എന്നെ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ എല്ലായ്പ്പോഴും നിനക്ക് ആരാധനയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.